10 വർഷം വൈക്കത്തിന്റെ MLA ആയിട്ട് പ്രവർത്തിച്ച ഒരാൾക്ക് ഇനിയൊരു വീണ്ടും കുറച്ച് വർഷങ്ങൾ മാറി എന്നതിന് ശേഷം MLA പട്ടത്തിൽ നിന്ന് മാറി എന്നതിന് ശേഷം വീണ്ടും ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആശങ്കകളുണ്ടോ? ജനങ്ങൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച്? എനിക്കൊരു ആശങ്കയില്ല അതിനകത്ത്. ഇല്ല. കാരണം ഞാൻ 10 വർഷം മാറി നിൽക്കുമ്പം ഞാനിപ്പം നിലവിലെ MLA-യുടെ CK ആശയുടെ MLA-യുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു. ആശയെ ജയിപ്പിക്കാനായി എന്നെ മാറ്റി നിർത്തപ്പെടുമ്പോഴും ഞാൻ ആശയെ ജയിപ്പിക്കാനായി അതിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായി ഈ വൈക്കത്തെ 180 ബൂത്തുകളിലും രാത്രിയും പകലില്ലാതെ ഓടി നടന്ന അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയെ പോലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളൊപ്പം നിൽക്കുന്ന പ്രവർത്തനം ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് അതുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അറിയാം. ഞാൻ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് രാത്രിയും പകലും ഇല്ലാതെ ഈ വൈക്കത്തെ ടൗണിൽ മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ സൗഹൃദം ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും ഇവിടെ ടാക്സി ഡ്രൈവർ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ ഒരേ ബാച്ചുകളിൽ പഠിച്ചു വന്ന ആൾക്കാരാണ് ഓട്ടോറിക്ഷക്കാരായി മാറിയതും. ചിലവർ ഉദ്യോഗസ്ഥന്മാരായപ്പോൾ, ചിലർ അധ്യാപകരായപ്പോൾ. പക്ഷേ സൗഹൃദങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. അവരൊക്കെ എപ്പോഴും എടാ പോടാന്ന് വിളിക്കുന്ന വർത്തമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ രാജീവ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂടുതലും